ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ അടുപ്പിൻ്റെ പാല് കാച്ചലിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ddcooks&vlogs. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇപ്പോൾ രാവിലെ ഒരു പുലർച്ചെ ഒരു 5:30 ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ആ സമയത്തുള്ള ഒരു വ്യൂ ആണിത്. വീട്ടിന് മുറ്റത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ചയാണ് കാണുന്നത്. അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കാട്ടോ. അപ്പോൾ ഉമ്മ അതാ രാവിലെ തന്നെ പാല് വെച്ചാനുള്ള പരിപാടി അവിടെ തുടങ്ങിയിരിക്കണം കേട്ടോ. പാലൊക്കെ പാത്രത്തിൽ പുതിയ ചെമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതിൽ വെച്ചിട്ടുണ്ട് തീ പിടിപ്പിക്കാനും. ഉമ്മ തന്നെയാണ് കേട്ടോ തീ കത്തിക്കണത്. അങ്ങനെ നമ്മൾ പുതിയ അടുപ്പ് പാല് കാച്ചിട്ട് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. പാല് കാച്ചാൻ വെച്ചപ്പോൾ തന്നെ അതിമോൻ എണിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അവനെവിടെ ഒരു ഭാഗത്ത് ഉണ്ണിയപ്പം എന്നും രാവിലെ നേരത്തെ എണിച്ചു വരുന്ന ഒരാളാണ് കേട്ടോ. ഞങ്ങളെ കൂടെ കണ്ടിട്ടുണ്ടാവല്ലോ വീഡിയോയിലൊക്കെ. പിന്നെ രാവിലെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചായ ഇവിടെ കിടന്ന് തിളക്കുന്നുണ്ട്. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാല് കാച്ചാൻ വെച്ചിട്ട് കുറേ ടൈം എടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ. കുറേ ദിവസമൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ചൂടാവാൻ. കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ പാല് തിളച്ച് വന്നത്. കുറേ ടൈമിന് ശേഷം നമ്മുടെ പാല് ഇവിടെ തിളച്ചിട്ട് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാല് ഇതാ പൊന്തി വന്നിട്ടോ. അങ്ങനെ നമ്മുടെ പാല് കാച്ചലിവിടെ കഴിഞ്ഞു. ഇനിയൊക്കെ സാധാരണ പോലത്തെ ദിവസങ്ങൾ തന്നെയാണ് കേട്ടോ. അതിറക്കിയിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടോ. പിന്നെ ഇന്ന് ഗോതമ്പ് ദോശയാണ് ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഗോതമ്പൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് നടന്നിട്ട് കുറേ ദിവസമായിട്ടോ. ഞങ്ങൾ കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഞങ്ങൾക്ക് കുട്ടികൾക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയ കാരണം അവനെ പഠിപ്പിക്കലും അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും ടൈം കിട്ടിയില്ല. അപ്പം അത് ഗോതമ്പ് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടി ഞങ്ങളിങ്ങനെ മിക്സിയിൽ അരച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ 2 അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. വെള്ളം കുറേ ടൈമിന് ശേഷം ചൂടായത് കേട്ടോ. തീരെ ചൂടാവുന്നില്ല കേട്ടോ അടുപ്പ്. ഇപ്പൊ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. കുറേ കത്തിച്ചിട്ട് അത് ശരിയായി വരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പൊ ശരിയായി വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മള് ബറാത്തിന്റെ അന്നാണ് കേട്ടോ പാല് വെച്ചത്. അപ്പോൾ അതിൻ്റെ അരി ഇടാണ് കേട്ടോ. പിന്നെ അപ്പുറത്തെ അടുപ്പത്ത് ദോശക്കുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. മാവൊക്കെ ഇവിടെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്കൂളിലെ ദിവസമായിരുന്നു കേട്ടോ ഇതിൻ്റെ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനിയത്തിയുടെ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. കുറേ പാത്രങ്ങളൊക്കെ ഒപ്പം വന്നിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് അരി കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചോറ് വേവാൻ കുറച്ച് സമയം എടുക്കും. അവർ പോകുമ്പോഴത്തേനാവില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ പെട്ടെന്ന് റൈസ് ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ടോ. പെട്ടെന്ന് ആ സമയത്ത് തോന്നിയൊരു ഐഡിയയാണ്. അപ്പോൾ അതങ്ങനെ കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്രം കഴുകൽ അതിൻ്റെ സൈഡിൽ കൂടെ അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഓരോരുത്തരും കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഓരോരുത്തരും ഓരോ പണികൾ ചെയ്യും. എന്നാലും കുറച്ച് അത്യാവശ്യം പണികളുണ്ട് വീട്ടിൽ, കുറേ ആൾക്കാരുള്ളതല്ലേ. അപ്പോൾ അതവിടെ ഒരു സൈഡിൽ ഇരിക്കട്ടെ കേട്ടോ. ബാക്കി പരിപാടികൾ നോക്കാം. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 പേരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാബി അന്ന് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അതെ എഡിറ്റ് ചെയ്യുമ്പോഴത്തേനാണ് ഞാനിവിടെ എത്തി. അപ്പം ഞാനും അനിയത്തിയും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ. അതോടെ വീട്ടിൽ വെക്കുന്നുണ്ട്. ഞാൻ കുടിക്കലൊക്കെ കഴിഞ്ഞ് പണിയുടെ ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കും. ചിലപ്പോൾ കുടിക്കും, ചിലപ്പോൾ കുടിക്കില്ല. അപ്പോൾ ഓരോ ദിവസത്തെ തിരക്കിനനുസരിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ മറക്കും ചായ കുടിക്കാൻ. അപ്പോൾ 3 കുട്ടികൾക്കാണ് കേട്ടോ സ്കൂളിലേക്ക് ചോറ് കൊടുത്തേക്കണം. അപ്പോൾ അവർക്ക് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പത്തിനും ഫ്ലാസ്കിൽ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാൽ ചായക്കുള്ള ആൾക്കാർ വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ചായ. അപ്പോൾ അനിയനെ എണിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവനക്ക് ചായ കൊടുക്കാണ് കേട്ടോ. അപ്പോൾ അത് ഫ്ലാസ്കിൽ വെച്ച് വെച്ചിട്ട് കിടക്കിടക്ക് ഇങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കൊടുത്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഇനി മുട്ട ബിരിയാണി പോലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അരിയലും ചതക്കലൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാത്തൂന് നടന്നിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചട്ടി ചൂടാവാണ്ട് അവൾക്ക് ഭ്രാന്ത് എടുത്തിട്ടാണ് നിൽക്കണത് കേട്ടോ.
കുറേ ടൈം എടുത്തിട്ടും ആയില്ല കേട്ടോ. അപ്പം അരിയിലൊക്കെ കഴിഞ്ഞു. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ മുട്ട ബിരിയാണി ഉണ്ടാക്കാന്ന് നോക്കിയിട്ട് വരാം. ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമ്മൾ ആദ്യം തന്നെ സവാള എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ടൈം കുറച്ചല്ലേ ഉള്ളൂ, രാവിലത്തെ തിക്കും തിരക്കില്ലല്ലേ, അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനിടക്ക് വേഗം ഒന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. തീ കണ്ടില്ല, തീരെ കത്തില്ല കേട്ടോ. ആദ്യത്തെ ഒരു ദോശ ഇതുവരെ ആയിട്ടുള്ളൂ. അപ്പൊ പിന്നെ പണിക്ക് പോവാനൊക്കെ ആയി തുടങ്ങിയില്ല. അപ്പൊ വേഗം ഗ്യാസ് മാറ്റിയത് ഉണ്ടാവുമ്പോ പിന്നെ പെട്ടെന്നാവൂലോ. ഇപ്പൊ സവാള വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് നമ്മളെ മുട്ട ബിരിയാണി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുപ്പിയിലൊക്കെ വെള്ളമാക്കുകയാണ്. 3 ആൾക്ക് മതിയിട്ട്. ഒന്ന് കുട്ടികൾക്ക് എക്സാം ഒക്കെ തുടങ്ങിയ കാരണം എല്ലാ ദിവസവും എല്ലാവർക്കും ക്ലാസ് ഇല്ല കേട്ടോ, ഓരോ ദിവസമൊക്കെ ഇടവിട്ടിട്ടൊക്കെ ഉള്ളത്. സവാള നല്ലോണം വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് പച്ചമണം ഒന്ന് മാറുന്നവരെ വല്ലാണ്ടൊന്നും വഴറ്റിയിട്ടില്ല, ടൈമില്ലാത്ത വേഗം വേഗം ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ചിക്കൻ മസാല, ഗരം മസാല, മല്ലിപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അധികം കൊണ്ട് എരിവ് ചേർത്തിട്ടില്ല, കുട്ടികൾക്ക് കൊണ്ടുപോകാനല്ലേ വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ മസാല ആയി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് മുട്ട നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കുറച്ച് ചിക്കൻ മസാലയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ. ഇതിലൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പത്തിന് നമുക്ക് ഇതിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ആണ് നമ്മൾ പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് വേവിക്കുന്നത് കേട്ടോ. കുക്കറിന് ശേഷം കുക്കർ വെച്ചിട്ടാണ് കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് പട്ടയുടെ ഇല, കുരുമുളക്, ഏലക്കായ, കുറച്ച് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ അരിയുടെ അളവിനനുസരിച്ചിട്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഒഴിച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം അരി ഇട്ടിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം കേട്ടോ. ഒന്നും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് റൈസ്. അതെ, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. പിന്നെ ഇതിലേക്ക് അരി കൂടി ഇട്ടിട്ട് നമ്മൾ റൈസ് അവിടെ കിടന്നിട്ട് ആയിക്കോളൂ കേട്ടോ. ആ സമയത്തുകൊണ്ട് നമുക്ക് കുട്ടികളെ റെഡിയാക്കി എടുക്കാമല്ലോ. കുട്ടികളിന് ഒരിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇവിടെ നമ്മളെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് ഇവിടെ കുട്ടികൾക്കൊക്കെ ഓരോ ടേസ്റ്റാണ് കേട്ടോ. അതെ, എല്ലാവരും ഒരുപോലെ അല്ല, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ ബിരിയാണി പോലെ ആക്കിയിട്ട് കൊടുത്ത് കഴിച്ചില്ലല്ലോ വെച്ചിട്ട് മസാല വേറെ ചോറ് വേറെ ആക്കിയിട്ടാണ് അങ്ങനെയാണ് അവർക്ക് പാക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ അങ്ങനെ ആക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. അവർക്ക് പറ്റാത്ത രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഇനി സ്കൂളിലെത്തുമ്പോൾ ഇത് അതിൽ കിടന്നിട്ട് മിക്സ് ആവുള്ളൂ. അപ്പോൾ ഒരാൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കിയിട്ട് പാക്ക് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. മാസ്ക് പിന്നെ നിർബന്ധമാണല്ലോ. അതെ, ഇവിടെ പഠിച്ചോണ്ടിരിക്കുന്ന നേരത്തുള്ള പഠിപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എഴുതാനുള്ളതൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ രാവിലെയാണ് പോണ നേരത്തെ എല്ലാവരും ചെയ്യും. അവര് പോയി കഴിഞ്ഞിട്ടുള്ള പണികളാണ് കേട്ടോ ഇനിയുള്ളത്. അപ്പോൾ പാത്രങ്ങളൊക്കെ അവിടെ കഴുകാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കുറേ സമയം ആയിക്കണം കേട്ടോ. ചൂടാവാൻ താമസമായത് കൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. ഇപ്പോൾ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ പോയിട്ട് കുറച്ച് തിരുമ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ തിരുമ്പി കൊണ്ടു വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളത് അവിടെ പറക്കി വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീനിൽ ഇത് ബ്ലാങ്കറ്റ് തിരുമ്പാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 2 ആളുള്ളൂ കേട്ടോ, അവിടെ ഒരാളില്ല. അപ്പോൾ 2 പേരാണ് അവിടെ പണികൾ ചെയ്യുന്നത്. അങ്ങനെ അടുത്ത പണിക്ക് പോയി അടിച്ചു വരുന്നത്. അതെ, മുകളിൽ നിന്ന് അടിച്ചു വരുന്നത് ഞങ്ങൾ മേലെ നോക്കിയാൽ കാണുന്ന ഭാഗമാണ് കേട്ടത്. അപ്പോൾ അടിച്ചു വരുന്നുണ്ട്. ഒരാൾ തുടക്കാല വെള്ളം എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ അടിച്ചു വരുമ്പോൾ അടുത്ത ആൾ തുടക്കാൻ വരും. അങ്ങനെ കേട്ടോ ഞങ്ങൾ ചെയ്യാറ്. അപ്പോൾ അതിനിടയ്ക്ക് ആദ്യമോ വാശി പിടിച്ച് വന്നിട്ടുണ്ട്. അവന് വിശന്ന് തുടങ്ങി തോന്നുന്നു. അപ്പോൾ ബറാത്തിൻ്റെ അന്നാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ നെയ്യപ്പവും പിന്നെ അരിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാത്തൂനാണ് കേട്ടോ അവിടെ നെയ്യപ്പം ഉണ്ടാക്കാൻ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് അരിരത്തിനുള്ളതാണ് കേട്ടോ കുഴച്ച് വെക്കണത്. അപ്പോൾ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോ ഭാഗം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
പിന്നെ ഇത് നമ്മുടെ ജമീലാത്ത ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ, കടുമാങ്ങ അച്ചാറാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞത് ഇവിടെ അച്ചാറൊക്കെ ഓടുന്ന അധിക കാലം ഒരാഴ്ച അതിൽ കൂടുതലൊന്നും പോവില്ല. അച്ചാറ് എല്ലാവർക്കും നല്ല ഇഷ്ടമായി അച്ചാർ എന്തായാലും. അപ്പോൾ ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ ഈവനിങ് ആയപ്പോൾ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിക്കും തിരക്കിൽ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തിട്ട് ഒരുപാട് ദിവസമായെങ്കിലും ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. പിള്ളേർക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എല്ലാവർക്കും കഫക്കെട്ട് പനിയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പോൾ ഒക്കെ ഒന്ന് സുഖമായിട്ട് വരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. പിന്നെ നോമ്പൊക്കെ വന്നില്ലേ, അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കാനുള്ള ടൈമും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുവെച്ചെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി വ്ളോഗോ റെസിപ്പിയോ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.